നമസ്കാരം. ഒരു വർഷത്തേക്കെങ്കിലും സ്വർണം വാങ്ങുന്നത് നിർത്തിവെക്കണം പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയാണ്. സ്വർണം തൂക്കുന്നത് പോലുള്ളൊരു കഥയാണ് ഇന്നത്തെ സെയിലിംഗ് കമന്ററി. സ്വർണത്തിനേക്കാൾ വിലയുള്ള ഒരു കടൽ സ്വന്തമായുള്ള നമ്മളാണ്. അതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് സ്വർണം ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന് ഡോളർ കൊടുക്കണം. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞത്. ഡോളർ കൊടുത്ത് സ്വർണം വാങ്ങിയാലും അതിനേക്കാൾ കൂടുതൽ ഡോളർ നേടാവുന്ന ഒന്നാന്തര സ്വർണ ഉരുപ്പടി നമ്മുടെ കയ്യിലിരിക്കുകയാണ്. അതിനൊരു താരതമ്യം ചെയ്യാൻ പറ്റുന്ന, താരതമ്യം ഒരിക്കലും സാധ്യമല്ല, എന്നാൽ പോലും സാധാരണക്കാർക്കൊക്കെ മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ, നമ്മുടെ കടലിന്റെ മഹത്വം എന്താണ് എന്ന് ബോധ്യമാകുന്ന ചെറിയൊരു കഥയാണിത്. വിവോസി പോർട്ട്, വിവോസി എന്ന് പറഞ്ഞാൽ വിവോ ചിദംബരനാർ പോർട്ട്. വിവോ ചിദംബരനാർ ഒന്ന് ഗൂഗിളിൽ നോക്കുക, ആരാണ് ആ മഹാനായ മനുഷ്യനെന്ന്. വിവോസി പോർട്ട് അതോറിറ്റി കോൾസ് ഫോർ ബിഡ്സ് ടു ഡെവലപ്പ് ബർത്ത് നമ്പർ 7 ആസ് കണ്ടെയ്നർ ടെർമിനൽ. അവരുടെ ബർത്ത് നമ്പർ 7 ഒരു കണ്ടെയ്നർ ടെർമിനലായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡർ നമ്മുടെ തൊട്ടടുത്ത് തൂത്തുക്കുടിയിൽ, മിക്കവാറും അവിടെ നിന്ന് വരാറുണ്ട് കപ്പൽ. കാനു MSC കാനു F ആണ് തുരുതുരെ വന്നു പോകുന്നത്. 2 ദിവസത്തിലൊരിക്കൽ ഇവിടെ വരും. വിവോസി പോർട്ട് അതോറിറ്റി കോൾസ് ഫോർ ബിഡ്സ് ടു ഡെവലപ്പ് ബർത്ത് നമ്പർ 7 ആസ് കണ്ടെയ്നർ ടെർമിനൽ. എന്താണ് ബർത്ത് നമ്പർ 7ന്റെ പ്രത്യേകത? Some 14 months after Singapore's PSA International exited the facility, അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒരു കമ്പനി, PSA എന്ന് പറയുന്ന സിംഗപ്പൂരിലെ കമ്പനി, ആ ടെർമിനൽ ബർത്ത് നമ്പർ 7 ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയി. 3 years before its 30-year license period ended in 2028. അവർക്ക് 2028 വരെ അവിടെ ഇരിക്കാമായിരുന്നു. പക്ഷെ അവരിരിക്കാതെ 3 വർഷം മുമ്പ് അവര് ഇറങ്ങിപ്പോയി. കാരണങ്ങൾ എന്താണ്? The port will carry out the necessary dredging to handle vessels with a draft up to 14.2 meters during daylight hours, utilizing the tidal advantage of at least plus 0.65 meter and in a rising tide. ഇത് പുതിയ ടെൻഡറിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. പഴയ ടെൻഡർ എന്തായിരുന്നു? സിംഗപ്പൂർ PSA അവിടെ ഇരിക്കുമ്പോഴുള്ളത് ഇത് തന്നെയാണ്. 14.2 മീറ്റർ, 14.2, അതാണ് സ്വർണം വളക്കുന്നതിന് തുല്യമെന്ന് ഞാൻ പറയുന്നത്. 14.2 മീറ്റർ ഡ്രാഫ്റ്റ് ഉറപ്പാക്കി കൊടുക്കാം എന്നുള്ള ഉറപ്പിലാണ് സിംഗപ്പൂരിലെ PSA കമ്പനി ടെർമിനൽ നമ്പർ 7 തൂത്തുക്കുടിയിലെ ടെർമിനൽ ഏറ്റെടുത്തത്. പക്ഷെ അത് ഒരിക്കൽ പോലും പോർട്ട് അതോറിറ്റിക്ക് 14.2 മീറ്റർ നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഇവിടെ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ട് എത്ര മീറ്റർ ആഴമുണ്ട്, എത്ര ഡ്രാഫ്റ്റുള്ള കപ്പലാണ് വരുന്നത്, എത്ര ഡിസ്ചാർജ് ചെയ്യുന്നു, എത്ര ലോഡ് ചെയ്യുന്നു, വന്നതിനേക്കാൾ കൂടിയ ഡ്രാഫ്റ്റിലാണോ തിരിച്ചു പോകാതെ? തുടക്ക സമയത്തൊക്കെ പലരും നോക്കിയിരുന്നു. ഇപ്പൊ നമ്മൾ അതൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. സെയിലിംഗ് കമന്ററി അതെല്ലാം രേഖപ്പെടുത്തി തന്നെ പോകുന്നുണ്ട്. ഇവിടെ 14.2 മീറ്റർ. അപ്പൊ പുതിയ ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. തുടക്കത്തിൽ എന്താ പറഞ്ഞ? വിഒസി പോർട്ട് അതോറിറ്റി കോൾസ് ഫോർ ബിഡ്സ് ടു ഡെവലപ്പ് ബർത്ത് നമ്പർ 7 ആസ് കണ്ടെയ്നർ ടെർമിനൽ. അപ്പൊ നേരത്തെ കണ്ടെയ്നർ ടെർമിനൽ അല്ലായിരുന്നു എന്നുള്ളത് അവർ സമ്മതിക്കുകയാണെന്ന് തോന്നുന്നു. കണ്ടെയ്നർ ടെർമിനലായിട്ട് ബർത്ത് നമ്പർ 7 ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ബിഡ് വിളിക്കുമ്പോൾ നേരത്തെ ഉള്ള കാര്യമാണ് സിംഗപ്പൂർ പോർട്ട് അതോറിറ്റി പറയുന്നത്. അത് മാറ്റി 14.2 മീറ്റർ ഉറപ്പാക്കി കൊടുക്കും. എങ്ങനെയാണ്? 0.65 മീറ്റർ അഡ്വാൻറ്റേജ് ഓഫ് അറ്റ്ലീസ്റ്റ് ടൈഡൽ അഡ്വാൻറ്റേജ് ഓഫ് അറ്റ്ലീസ്റ്റ് വേലിയേറ്റം ഉണ്ടാകുമ്പോൾ കുറഞ്ഞത് 1 മീറ്റർ ഇല്ല, 0.65, ഒരു 1/2 മീറ്ററിൽ ഒരു അല്പം കൂടുതൽ, 65 സെന്റിമീറ്റർ കൂടുമ്പോൾ 14.2 മീറ്ററാക്കി ലഭ്യമാക്കാം. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ അഹങ്കാരികളല്ലേ? നമ്മളെന്ന് പറയുന്നത് സാധാരണ ജനങ്ങളല്ല. നമ്മുടെ ഭരണകൂടവും വിസിലും ഇതിനെയൊക്കെ നയിക്കുന്ന മുതലാളിമാരെ എന്താണ് ചെയ്യേണ്ടത്? തൊട്ടപ്പുറത്ത്
ഒരു 100-150 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് അവരുടെ ആഴത്തെക്കുറിച്ച് 14.2 മീറ്റർ കിട്ടാൻ വേലിയേറ്റത്തിന്റെ 65 സെന്റിമീറ്റർ കൂടെ കണക്കാക്കിയിരിക്കുകയാണ്. വേലിയേറ്റവും നമ്മളിത് വല്ലതും അന്വേഷിക്കുന്നുണ്ടോ? സിംഗപ്പൂർ PSAയുടെ തർക്കം ഇതായിരുന്നു. There was no scope for deepening the berth area at PSA Sikal beyond 11.7 meters. 11.7 മീറ്ററിനപ്പുറം പറ്റില്ല. അങ്ങനെ പറ്റില്ല എന്നുള്ളിടത്താണ് തൂത്തുക്കുടി പോർട്ട് 14.2 മീറ്റർ ഉറപ്പാക്കി കൊടുക്കാം എന്ന് പറഞ്ഞാണ് ഇവരെ ക്ഷണിച്ചു കൊണ്ടുവന്നത്. ആസ് ദ ബർത്ത് വാസ് കൺസ്ട്രക്റ്റഡ് ബൈ പ്ലേസിംഗ് ബ്ലോക്ക് സ്ട്രക്ചേഴ്സ്, അതാണ് തടസ്സം. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഡ്രഡ്ജ് ചെയ്ത് ആഴം കൂട്ടാമായിരുന്നു. പക്ഷെ അവർ ഡ്രഡ്ജ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ബ്ലോക്ക് സ്ട്രക്ചേഴ്സ് വെച്ചിട്ടാണ് ബർത്ത് പണിതിരിക്കുന്നത്. പൈലിംഗ് അല്ല, നമ്മുടെ ഇവിടെയൊക്കെ പൈലിംഗ് ആണ്. അവിടെ കടൽ അടിത്തട്ടിൽ നിന്ന് ഇങ്ങനെ കെട്ടി പൊക്കി വന്നിരിക്കുമ്പോൾ അപ്പൊ അവിടെ നിന്ന് മണ്ണെടുത്താൽ ഇത് ഇടിഞ്ഞ് താഴോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് 11.7 മീറ്ററിനപ്പുറം ഇത് കൂട്ടാൻ പറ്റില്ല. As the berth was constructed by placing block structures which will collapse if the area is dredged beyond 11.7 meters. അതിനപ്പുറം ഡ്രഡ്ജ് ചെയ്താൽ ഇതെല്ലാം കൂടി ഇടിഞ്ഞ് താഴെ വീഴും, പിന്നെ ഒരു ആഴവും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വാഗ്ദാന ലംഘനം ഇതിനകത്ത് നടന്ന ഒരു വലിയ ലീഗൽ ഡിസ്പ്യൂട്ടിലൊക്കെ പോയിരിക്കുകയാണ്. കോടതി വ്യവഹാരങ്ങൾ, 2000 കോടി രൂപ ഇവർ അങ്ങോട്ട് അടയ്ക്കാനുണ്ട് തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ അതിൽ നടക്കുകയാണ്. അതാണ് ഇനി നമ്മൾ കുറച്ച് അതിന്റെ നിയമപ്രശ്നങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഇതുവരെയാണ് നമ്മൾ പറയാൻ ശ്രമിച്ച സ്വർണം തൂക്കുന്നത് പോലെ നമ്മുടെ കടലിന്റെ ആഴം അളന്നു തൂക്കുന്ന തൂത്തുക്കുടി മാത്രമല്ല, ലോകത്ത് ഒരുപാട് പോർട്ടുകളുണ്ട്. ടൈഡൽ വേരിയേഷൻ അനുസരിച്ച് വേലിയേറ്റം വരുമ്പോൾ കപ്പൽ അകത്ത് പ്രവേശിക്കാൻ കണക്കാക്കി പുറംകടലിൽ കാത്തുകിടക്കുന്ന നിരവധി പോർട്ടുകൾ ലോകത്തുള്ളപ്പോൾ ഒരു നിമിഷം നമുക്ക് ഒടയതമ്പുരാൻ തന്നിരിക്കുന്ന ഈ സൗഭാഗ്യം ഒന്ന് ഓർത്തു പോകുന്നത് ഒരു ദോഷവും ചെയ്യില്ല. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഓർക്കണം. ഇനി ഇവരുടെ ഈ തർക്കം കുറച്ച് മനസ്സിലാക്കി പോവാം. ദ ബിസിനസ് ഓഫ് അവർ കമ്പനി ഹാസ് സഫേർഡ്, സിംഗപ്പൂരിന്റെ ആണ്. ദ ബിസിനസ് ഓഫ് അവർ കമ്പനി ഹാസ് സഫേർഡ് ഇൻ റീസെന്റ് ടൈംസ് for various reasons, including the VOC Port Authority's discrimination against our company. ഞങ്ങളോട് ഒരു വിവേചനം കാണിച്ചു. ആസ് അഡ്ജഡ്ജ്ഡ് ബൈ ആൻ ആർബിട്രേഷൻ പാനൽ. ഇത് കണ്ടുപിടിച്ചു, നിയമപരമായി ആ വിവേചനം കണ്ടുപിടിച്ചു. ഇൻ പ്രൊവൈഡിംഗ് ലെസർ ഡ്രാഫ്റ്റ് അറ്റ് അവർ ബർത്ത്, ഞങ്ങളുടെ ബർത്തിലെ വളരെ കുറഞ്ഞ ഡ്രാഫ്റ്റ് നൽകുന്ന വിവേചനം അവർ കാണിച്ചു. ഇൻ കോൺട്രാസ്റ്റ് ടു ദ കോമ്പീറ്റിംഗ് ടെർമിനൽസ് ഇൻ ദ പോർട്ട്, ആ പോർട്ടിനകത്ത് തന്നെയുള്ള മത്സരിക്കുന്ന മറ്റ് ടെർമിനലിന് ഡ്രാഫ്റ്റ് കൂട്ടിക്കൊടുത്തു. കോൺസിക്വന്റ് ടു സച്ച് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ദി റിലേറ്റഡ് ഇഷ്യൂസ്, PSA Sikal's volumes have completely dwindled. ഇത് ആഴമില്ലാത്ത കാരണം അവരുടെ വോളിയം വളരെയധികം താഴോട്ട് പോയി. dwindled as a result of which it has no business and revenue stream to sustain itself. സിംഗപ്പൂരിൽ നിന്ന് പണം കൊണ്ടുവന്ന് തൂത്തുക്കുടി പോർട്ടിലെ ടെർമിനൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ നിന്നുള്ള വരുമാനം കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യണമെന്നാണ് അവർ കരുതിയത്. പക്ഷേ ഈ ആഴക്കുറവ് കാരണം കപ്പലുകളെ അടുപ്പിക്കാൻ പറ്റിയില്ല. എന്നാൽ തൊട്ടടുത്ത 14.2 മീറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടല്ലേ കപ്പൽ പോവുള്ളൂ, ഇവിടെ ആരും വരില്ലല്ലോ. അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ കാരണം ഇവരുടെ വരുമാനത്തിൽ, ക്യാഷ് ഫ്ലോയിൽ വലിയ തകരാറുണ്ടാവുകയും സസ്റ്റെയിൻ ഇറ്റ്സെൽഫ്, സ്വയം മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയാതെ വരികയും ചെയ്തു. ഇൻ ദ റിട്ട് പെറ്റീഷൻ, അവർ പിന്നെ കോടതിയിലൊക്കെ ആയി, മധുര ബെഞ്ച്, ഹൈക്കോടതി ബെഞ്ചിലൊക്കെ പോയി. ഇൻ ദ റിട്ട് പെറ്റീഷൻ PSA Sikal said that the Port Authority was discriminating against it by giving a deeper draft of 14.2 meters to the berth number 8 operator, thereby hurting its commercial interest. തൊട്ടടുത്ത ബർത്ത് നമ്പർ 8-ന് 14.2 മീറ്റർ കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് 11.7 മീറ്റർ മാത്രം നൽകുമ്പോൾ ഞങ്ങളുടെ ബിസിനസ് ഇൻട്രസ്റ്റിനെ തകരാറിലാക്കി. അത് കാരണം ഞങ്ങൾക്ക് ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് അവര് 3 വർഷങ്ങൾക്ക് മുമ്പ് 2028 തീരേണ്ടത് 2025 തന്നെ അവർ കോൺട്രാക്ട് അവസാനിപ്പിച്ച് സ്ഥലം വിട്ടു. നമ്മൾ സെലിഗമെന്ററി ആ സ്റ്റോറി റിപ്പോർട്ട് ചെയ്ത് അവർ നിരാഹാരം കിടക്കുന്നുണ്ടായിരുന്നു. ജീവനക്കാർ അവിടെ നിരാഹാരം കിടക്കുന്ന സമയത്ത് ആ സ്റ്റോറി സെലിഗമെന്ററി റിപ്പോർട്ട് ചെയ്തു. ഇതാണ് അവിടുത്തെ വസ്തുത എന്നുള്ള വിവരം ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പുതിയ ടെൻഡർ വിളിക്കുകയാണ്. പുതിയ ടെൻഡർ വിളിക്കുമ്പോൾ എന്താണ് വാഗ്ദാനം എന്നറിയാമോ? ഈ 14.2 മീറ്റർ കിട്ടണമെങ്കിൽ നിലവിലുള്ള ഈ കോൺക്രീറ്റ് ബ്ലോക്കിന്റെ അവിടെ ഡ്രഡ്ജ് ചെയ്താൽ പറ്റില്ല. അവരതുകൊണ്ട് ബർത്ത് കുറച്ചുകൂടി ഉള്ളിലോട്ട് പണിയാണ്.
പൈലിംഗ് നടത്തി ബേർത്ത് കുറച്ചുകൂടി ഉള്ളിലോട്ട് പണിതുകൊണ്ട് പിന്നെ അവർക്ക് ഡ്രഡ്ജ് ചെയ്ത് ഡ്രാഫ്റ്റ് കൂട്ടാം. അങ്ങനെയുള്ള ഒരു പുതിയ ടെക്നോളജിയിലൂടെയാണ് പുതിയ ടെൻഡർ വിളിച്ചിരിക്കുന്നത്. ആ സമയത്താണ് ഈ PSA സിക്കാൽ അനുഭവിച്ച പ്രയാസം. 11.7 മീറ്റർ വെച്ചുകൊണ്ട് അവര് കപ്പലുകളെ അടുപ്പിക്കാൻ പ്രയാസപ്പെട്ടത്. ഇപ്പോൾ 14.2 മീറ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേലിയേറ്റത്തിന്റെ 0.65 മീറ്റർ അഡ്വാൻറ്റേജ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ പോർട്ടിന്റെ ടെർമിനൽ ഓപ്പറേറ്റ് ചെയ്യാൻ മുന്നോട്ട് പോകുന്നത്. സ്വർണം തൂക്കുന്നതിനേക്കാൾ നമ്മൾ കണ്ടിട്ടില്ലേ, കണ്ണാടിക്കൂട്ടിൽ വെച്ചിട്ടുണ്ട്, ഒരു കാറ്റ് പോലും അടിക്കാതെ വേണം സ്വർണം തൂക്കാൻ. അതിനേക്കാൾ വളരെയധികം ശ്രദ്ധയോടെ ജാഗ്രതയോടെയാണ് അവിടുത്തെ 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ഒക്കെ കടലിന്റെ ജലനിരപ്പ് കൂടുന്നുണ്ടോ താഴുന്നുണ്ടോ എന്ന് നമ്മുടെ തൊട്ടടുത്ത് നിരീക്ഷിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സൗഭാഗ്യം ഒരിക്കലും അഹങ്കരിക്കരുതെന്ന് മാത്രമേ സെയിലിംഗ് കമന്ററി അപേക്ഷിക്കുന്നുള്ളൂ.